മക്കളെ, അപ്പൊ എല്ലാ വർഷത്തെ ചോദ്യ പേപ്പറിലും തുടർച്ചയായി ചോദിച്ച ഒരു 3 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിച്ചാലോ? അതാണ് മൈലിൻ ഷീത്ത്. എന്താ മൈലിൻ ഷീത്ത്? ആക്സോണിനെ വലയം ചെയ്യുന്ന ലിപ്പിഡ് ലെയറിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. ഇതിനൊരു ഷൈനി വൈറ്റ് കളറാണുള്ളത് അല്ലേ? അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാ ഫംഗ്ഷൻസ്? അതായത് ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്ത് ആവേഗങ്ങളുടെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ നാഡീകോശത്തിന് വേണ്ട പോഷണം ലഭ്യമാക്കുന്നതും മൈലിൻ ഷീത്ത് ആണ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസിൽ നിന്ന് ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യാനും ആർക്ക് പറ്റും? മൈലിൻ ഷീത്തിന് പറ്റും. അപ്പൊ നമ്മുടെ ബ്രെയിനിലും സ്പൈനൽ കോഡിലുള്ള മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകതരം കോശങ്ങളായിട്ടുള്ള ഒലിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്. അതേ സമയത്ത് നെർവ്സ്, നാഡികളിലുള്ള മൈലിൻ ഷീത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? ഷ്വാൻ സെൽസ് ആണ് അല്ലെ? അപ്പൊ ബ്രെയിനിലും സ്പൈനൽ കോഡിലും എവിടെയാണോ മൈലിനേറ്റഡ് ന്യൂറോൺസ് കൂടുതലായി കാണപ്പെടുന്നത് ആ ഭാഗത്തെ നമ്മൾ വൈറ്റ് മാറ്റർ എന്നല്ലേ വിളിക്കുക? വൈറ്റ് മാറ്റർ അല്ലെ? കോശ ശരീരവും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശ ഭാഗങ്ങളും കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്രേ മാറ്റർ എന്നുമാണ് കേട്ടോ. അപ്പൊ ഇതിൽ കുറെ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? അതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും. സോ കൃത്യമായിട്ട് മൈലിൻ ഷീത്ത് പഠിച്ചു വെച്ചുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്.